ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫാമിലി വ്ളോഗ്സ്. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഈ ഒരു ബാഗ് എല്ലാം നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ന് ഞാൻ കോളേജിലോട്ടാണ് സുഹൃത്തുക്കളെ പോകുന്നത്. എന്നും അങ്ങനെ തന്നെയാണ് പോകുന്നത്. ഇന്ന് കോളേജിലൊരു സ്പെഷ്യൽ ഡേ ആണ്. നമുക്കുള്ള ഫ്രഷേഴ്സ് ഡേ ആണ് സുഹൃത്തുക്കളെ. December 3 ഫ്രഷേഴ്സ് ഡേ ആണ് നമുക്ക്. ഞാൻ വ്ളോഗ് എടുക്കുന്ന കാര്യം അങ്ങ് വിട്ടുപോയി. രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോയി വന്ന് കരിക്കോട് ബസ് സ്റ്റാൻഡിലോട്ട് അമ്മേനെ ആക്കാൻ പോവാണ്. ഫ്രഷേഴ്സ് ഡേ ഇന്ന് നമുക്ക് പൊളിക്കാം ഗൈസ്. എൻ്റെ പരിപാടിയൊക്കെ ഉണ്ട്, അതെല്ലാം വഴിയെ അറിയാവുന്നതാണ്. നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. നമ്മൾ കരിക്കോട് എത്തി അല്ലേ? വല്ലവും രാവിലെ ഇരുന്ന് കഴിച്ചാൽ മതിയായിരുന്നു. അമ്മ എന്നോട് പറഞ്ഞതാ കഴിക്കാൻ, പക്ഷെ എനിക്ക് വിശക്കുന്നില്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് വിശക്കുന്നു. വിശക്കുന്നെങ്കിൽ കാര്യമായി. നിങ്ങൾ ആരേലും അമ്മമാരിങ്ങനെ പറയും, ഫുഡ് എടുത്ത് തന്നതല്ലേ, അപ്പൊ എന്താ കഴിക്കാഞ്ഞത്? ബസ് വന്നു, പോട്ടെ ബൈ. അങ്ങനെ നമ്മൾ കൊട്ടിയം എത്തിയപ്പോൾ എനിക്ക് 2 അപരിചിതരെ കിട്ടി. കോളേജ് തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയുള്ള അപരിചിതർ. അതെ അതെ അതെ, അതുകൊണ്ട് ഒരെണ്ണം. നമ്മൾ കൂടുതൽ ലാഗ് ആക്കുന്നില്ല, കാരണം ലാഗ് ആക്കിയാൽ പിന്നെ എല്ലാവർക്കും 20 മിനിറ്റ്സ് ഒക്കെ ഒരു വ്ളോഗ് വന്നാൽ കാണാനൊരു മടിയായിരിക്കും. അതുകൊണ്ട് നമ്മൾ കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വൈൻഡപ്പ് ആക്കും. കുറച്ച് ഡാൻസ് ഒക്കെ കാണിച്ചു തരാം. ആലിയുടെ സ്പെഷ്യൽ ഡാൻസ് എന്താ ചെയ്യാനാ, ഞാൻ ഡാൻസറായി പോയി. ചുമ്മാതാ. നമ്മളെല്ലാവരും ബ്ലാക്ക് ആണ്, കാരണം ഞങ്ങളുടെ കളർ കോഡ് അതാണ്. കളർ കോഡ് അതാണ്. ബ്ലാക്ക് വെച്ച് എന്ത് വേണമെങ്കിലും ഇടാം. അപ്പൊ ഞാൻ ആലിയ നടന്നാണ് ഒരുങ്ങുന്നത്. നമുക്ക് ഫ്രഷേഴ്സ് ഡേ തരുന്ന സെക്കൻഡ് ഇയർ ചേച്ചി. ഈ ചേച്ചിയുടെ പേരെനിക്ക് അറിയത്തില്ല, പക്ഷേ കാണാൻ കൊള്ളാം. വേറൊരു ചേച്ചി ഉണ്ട്, കാണണ്ട. എന്തോ പേര് ആ ചേച്ചിയുടെ പേര്? ആലിയ. നടന്ന് വിരിഞ്ഞു. പ്ലസ് ഒക്കെ അതെന്റെ ലിപ്സ്റ്റിക്ക്. ഈ 3 പേര് നമ്മുടെ സീനിയേഴ്സാ സെക്കൻഡ് ഇയേഴ്സിലേട്ടോ. മതിയടേ മതി. ആ ഫിലിം മേക്കർ ഇവിടെ ഉണ്ട്. ഇന്നലെ തന്നെ ഞാൻ എന്ത് വരാൻ, ഞാൻ ഈ കൊച്ചിനെ കോളേജിൽ പഠിക്കണമെന്നില്ല. എന്തൊരു കൊച്ചിത് കണ്ടോ? ഡേ എന്തുണ്ട് വിശേഷം? ഞങ്ങള് ബ്ലാക്ക് ഇടാന്ന് പറഞ്ഞിട്ട് ഇതാ ഒരാൾ ഇട്ടോണ്ട് വന്ന കളറ് കണ്ട. ഇതെന്തൊരു കളറ്? ഇതാണോ നിന്റെ കണ്ണിലെ ബ്ലാക്ക്? പറഞ്ഞു പോണം അങ്ങോട്ട്. ഹായ്, ഡാൻസ് പ്രാക്ടീസ്. ആദിത്യ, ആലിയ, അമൃത നായർ. അങ്ങനെ കുറച്ച് പേരൊക്കെ വന്നു. സാമി അരവണ. ഓ, മുടിക്കെട്ടൊക്കെ മാറ്റി. ആര് കെട്ടി തന്ന്? ജസ്ന. അനേന വന്നില്ലേ? ഇവക്ക് വയറുവേദന. ഇതാ വരുന്ന. ഹായ്. ക്യാൻറ്റീൻ ഞങ്ങളല്ലേ ഇവക്ക് വേണ്ടി കട്ടൻ കുടിക്കാൻ പോകും. പരിപാടി തുടങ്ങാറായി. നമ്മളെ വിളിച്ച്, നമ്മളെ ക്യാൻറ്റീനിൽ ഇരിക്കുമായിരുന്നു. അപ്പം നമ്മളെ വിളിച്ച് പറഞ്ഞ് പെട്ടെന്ന് വരാൻ പറഞ്ഞ് പരിപാടീസൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് സെറ്റാക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് വെൽക്കമിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് സീനിയേഴ്സ് ജൂനിയേഴ്സിന് മാലയൊക്കെ ഇട്ടായിരുന്നു സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും വരിവരിയായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ സീനിയേഴ്സ് ഓരോരുത്തവരായിട്ട് ജൂനിയേഴ്സിന് മാല ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഹാളിൻ്റെ ഉള്ളിൽ ചെന്നപ്പോൾ തന്നെ ടീച്ചേഴ്സ്, പ്രിൻസിപ്പൾ, പിള്ളേർ, അതുപോലെ സീനിയേഴ്സ്, ചേച്ചിമാർ, ആങ്കർ, ഇങ്ങനെയുള്ള ചേച്ചി എല്ലാവരും സെറ്റായിട്ട് പോകണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് പരിപാടി സ്റ്റാർട്ടാക്കാനുള്ള സമയമായിരുന്നു കേട്ടോ. അങ്ങനെ പെട്ടെന്ന് പരിപാടിയൊക്കെ സ്റ്റാർട്ടാക്കി. ബാക്കിൽ സീനിയേഴ്സിൽ ചേട്ടന്മാർ, ചേച്ചിമാർ, അതുപോലെ ഫ്രണ്ടിൽ നമ്മുടെ ഫസ്റ്റ് ഇയേഴ്സ് പിള്ളേരായിരുന്നു കേട്ടോ. നമ്മളെല്ലാവരും ഇരുന്നിട്ടുണ്ടായിരുന്നത്. with us who are going to begin their journey. So now to the universe, you are willing, let's go to the struggles and eager to learn through joy. Let's the whole institution should know that we are celebrating our freshers party here. Are you ready? Before we further advance
for prayer. ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ ഈറനണിഞ്ഞ മിഴികളോടെ. Now I'd like to request Rajesh sir to formally inaugurate and welcome our new batch. I invite Professor Asha Ji. Please welcome Professor Akhila S. Raj. It's my pleasure to introduce someone. Please warmly welcome Professor Rajda S. I would like to welcome Professor Lakshmi S. to this function. Our class tutor, Professor Sri Hari R. is wanted and proud. Let's welcome Professor Asha Prasad. I warmly welcome Professor Chitra R. Let me invite Professor Anta Lakshmi ma'am. I would like to invite Professor Anju Radhakrishnan. A teacher who makes learning fun and engaging. The face you are all familiar with. Dr. Srina Miss couldn't join us today, but let's please feel free to approach our librarian Suresh sir with any question or for assistance in finding what we need. Thank you for joining us. I would like to invite our non-teaching staff to join us. Start the program. Ready? നമുക്ക് നമ്മുടെ മെയിൻ പരിപാടിയിലേക്ക് കടന്നാലോ? ഒന്നുകൂടെ, are you ready? സംഗീതം അതൊരു മഹാസാഗരമാണ്. അല്ലേ? അതെ, സംഗീതം ഒരു മഹാസാഗരമാണ്.
ദോശയും ചമ്മന്തിയും അടിച്ചു കൊടുക്കേണ്ടതാണ്. ഇതിന്റെ ട്വിസ്റ്റ് ചമ്മന്തി അടിക്കുന്ന അലകളിലാണ്. ഓക്കെ, അപ്പം നീ ദോശ ചുടുന്നു, അവള് ചമ്മന്തി അരയ്ക്കും. അവള് പറഞ്ഞു തരും, നീ അരയ്ക്കും, അവൾക്ക് കൊടുക്കും. ഓക്കെ, സ്റ്റൗ കത്തിച്ച് ദോശ ഇടുന്ന ചട്ടി, ദോശ ഇടുന്ന കല്ല് വെച്ച് എണ്ണ തടവിട്ടല്ലേ മാവ് ഒഴിക്കുന്ന. ആ കൊള്ളാം, കല്ല് ചൂടായിട്ടേ മാവ് ഒഴിക്കൂ. കലക്കി ഒരു തവിയില് മാവെടുത്ത് ദോശക്കല്ലി ഒഴിച്ച് പിന്നെ അവിടെ അത് ഒരു സൈഡ് വേകണം, ഒരു സൈഡ് വെന്ത് നെയ്യ് ഇഷ്ടമാകുമ്പോ ഒരു സൈഡല്ലേ വരും. അപ്പൊ തിരിച്ചിട്ട് അപ്പൊ ദോശ കല്ലി ഓഫ് ചെയ്ത് ചമ്മന്തി അറിയാം. ആദ്യം ചീനിച്ചട്ടി വയ്ക്കുക. ഞാൻ നിന്നാ ചെലവില്ല. തേങ്ങ, മുളക്, ഉപ്പ്, കറിവേപ്പില, കൊച്ചുള്ളി, ഇഞ്ചി എല്ലാം കൂടെ ഗ്യാസ് കത്തിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില, കൊച്ചുള്ളി എല്ലാം കൂടെ മൂപ്പിച്ച് ഇനി ആ ദോശയും ചമ്മന്തി ഇഷ്ടമുള്ള ഒരു മിസ്സിന് പിച്ചി കൊടുത്തത്. ദോശയും ചമ്മന്തി പാത്രത്തിലാക്കി കൊണ്ടുപോകണം. ഇത് ചെയ്യുന്നോ പാവയ്ക്ക ജ്യൂസ് കുടിക്കുന്നോ? പാവയ്ക്ക ജ്യൂസ് കൊടുക്കുകയാണ്. പാവയ്ക്ക ജ്യൂസ് ടാസ്ക് കൊള്ളാന്നാണോ പാവയ്ക്ക ജ്യൂസ് കൊള്ളാന്നാണോ? ജ്യൂസ് കൊള്ളാം, അടിപൊളിയാണ്. എല്ലാവരും യുഡിസി അങ്ങനെയല്ലേ വിളിക്കുന്നത്?
കയ്യടി കയ്യടി പുളിയെടുത്ത് വടിയടിച്ച് വടിയെടുത്ത് പുളിയടിച്ച് പുളിയെടുത്ത് വടിയടിച്ച് വടിയെടുത്ത് പുളിയടിച്ച് പുളിയെടുത്ത് വടിയടിച്ച് വടിയെടുത്ത് പുളിയടിച്ച് പുളിയെടുത്ത് വടിയടിച്ച് വടിയെടുത്ത് പുളി ഹേ ഗായ്സ്, അങ്ങനെ നമ്മള് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഡാൻസ് സത്യം ഇവള് ഡാൻസ് കളിച്ചില്ല, ഞാനും ആരെയും അവിടെ അങ്ങ് മെയിൻ ആയിരുന്നു. തുള്ളുമായിരുന്നു എല്ലാവരും. നമുക്ക് പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ബെഞ്ചൊക്കെ അറേഞ്ച് ചെയ്ത് ആ ഹോള് ഫുള്ള് സീനിയേഴ്സ് ജൂനിയേഴ്സ് മിക്സ് ആവാതിരിക്കാൻ വേണ്ടി നടുക്കൊരു ബെഞ്ച്, അങ്ങനെ ഡാൻസ് കളിക്കുമായിരുന്നു. ഇവൾ ഒരു സൈഡിൽ ഇരുന്നല്ലേ പറയുന്നു. അതെ അതെ എടി, ഞാൻ വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ചാർജ് നോക്കിയപ്പോൾ 6%. പിന്നെ ഞാൻ എന്താണ്ടൊക്കെ ഇരുന്ന് നോക്കി വാൾപേപ്പറൊക്കെ സെറ്റ് ചെയ്തെല്ലാം കഴിഞ്ഞപ്പോൾ 3%. പിന്നെ ഞാൻ എനിക്ക് സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് എൻ്റെ ഫോട്ടോ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ഫുഡ് കഴിച്ച് അപ്പോഴത്തേക്കും ഞാൻ HODയുടെ റൂമിൽ HODയുടെ ഫോൺ ചാർജറിൽ ഞാൻ എൻ്റെ ഫോൺ കുത്തിയിട്ട് ആ ഫോൺ എടുത്തുകൊണ്ട് വരുന്ന സമയം കൊണ്ട് എവിക്ക് മിസ്സായി. ബസ് പോയി. ഇനിയിപ്പോൾ നമ്മൾ 3 ബസ് കയറി ഇറങ്ങണം. നമ്മൾ ഫുഡ് കഴിച്ച് ചിക്കൻ ബിരിയാണി ആയിരുന്നു. പക്ഷേ എനിക്കതിന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഫോൺ കുത്തിയിട്ടേക്കുമായിരുന്നു. വലിയൊരു പെട്ട് ബിരിയാണി, നമുക്ക് ഭയങ്കര വയറെന്ന് ഇറങ്ങി കേട്ടോ, ഭയങ്കര ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ വീട്ടിൽ പൊക്കോണ്ടിരിക്കുക, വീട്ടിൽ പോവുകയല്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ കാർത്തി ചേച്ചിയുടെ വീട്ടിലോട്ടാണ് പോകാൻ പോകുന്നത്, കാരണം എൻ്റെ വീട്ടിൽ ആരും ഇല്ല. ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ ബസ്സൊക്കെ കയറി നേരെ നമ്മൾ നെല്ലുവിളയിലോട്ട് വന്നു. സുഹൃത്തുക്കളെ, നെല്ലുവിളയിൽ വന്നപ്പോൾ കാത്തു ചേച്ചി ഇവിടെ കുഞ്ഞിന് ഫുഡ് കൊടുക്കുന്നു. ചോറ് കഴിക്കുക. എന്തോ എന്നെ പോലൊരു വ്ലോഗർ ആകണ്ട. ഞാൻ ദിവാങ്കോട്ടി കിടന്നപ്പം എൻ്റെ മണ്ടയ്ക്ക് കയറി കിടക്കുന്നു.
ഞാൻ പോവാം. ടാറ്റാ ടാറ്റാ. ഹേ ഗൈസ്, അപ്പം നമ്മുടെ ഫ്രഷേഴ്സ് ഡേ വ്ളോഗിൻ്റെ കൺക്ലൂഷൻ എടുക്കാൻ ഞാൻ മറന്നു പോയിട്ടില്ലായിരുന്നു. പക്ഷേ എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ വന്ന് കുത്തിയിട്ട് പിന്നെ കുറച്ച് ബിസിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രഷേഴ്സ് ഡേ വ്ളോഗിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല രസമായിരുന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടി ഫ്രഷേഴ്സ് ഡേന്ന് സൂപ്പറായിരുന്നു കേട്ടോ. അത്രയും നമ്മുടെ സീനിയേഴ്സ് നമുക്ക് സൂപ്പറാക്കി തന്നു സുഹൃത്തുക്കളെ. അപ്പം അവരുടെ അടുത്ത് എല്ലായിടത്തും ഒരു പ്രത്യേക നന്ദിയുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ് റപ്പായ ആദി, പവിജ, ഇവർ രണ്ടിടത്തും താങ്ക് യു. പിന്നെ ബാക്കി സെക്കൻഡ് ഇയേഴ്സിലെ എല്ലാ ചേച്ചിമാരും ചേട്ടന്മാരും താങ്ക് യു. നമ്മുടെ ഫ്രഷേഴ്സ് ഡേ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സ്റ്റേ ട്യൂൺ ഫോർ ദ വ്ളോഗ്. ബൈ.